രാവിലെ തന്നെ എണീച്ച് ക്യാമ്പിലേക്ക് സാധനം വാങ്ങാൻ നേരെ കടയിലേക്കാണ് വിട്ടത്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് ആരും അങ്ങനെ എഴുന്നേറ്റിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വരാന്തൊക്കെ കാലിയായി കിടക്കുകയാണ്. ഇന്ന് ക്യാമ്പിന്റെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഇന്ന് സദ്യയാണ്. അതുകൊണ്ട് തന്നെ പല വിഭവങ്ങളും ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇവരെല്ലാവരും. അതിനിടക്കാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. സാറ് കാര്യമായ എന്തോ പരീക്ഷണത്തിലാണ്. അങ്ങനെ എന്തായാലും സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി. ഇനിയിപ്പോൾ അതൊരു ഇലയിലേക്ക് വിളമ്പിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ വിളമ്പാനുള്ള ഇലകളൊക്കെ നേരെ നിരത്തിയിട്ടു. എന്തായാലും അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സംഭവം എന്തായാലും പൊളിയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ പുള്ളിക്കാരൻ എന്ത് ആസ്വദിച്ചാണല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ചോറ് ഒരു ഉരുള വാരി കഴിക്കും, ചിരിക്കും. പിന്നെ ഒരു ഉരുള വാരി കഴിക്കും, ചിരിക്കും. ഇതെന്ത് ജീവി. ചോറ് അടിപൊളിയാണെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അതങ്ങനെയല്ലേ വരൂ, വെച്ചത് നമ്മുടെ ശാന്തേച്ചിയല്ലേ. മറ്റുള്ള കോളേജിലെ പ്രിൻസിപ്പാലൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രിൻസിപ്പൊളിയാണ്. ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ മുൻപ് തന്നെ പ്രിൻസിയുണ്ട്. എന്തായാലും കാലജന്മത്ത് പണിയെടുക്കാത്ത ഈ പുള്ളിക്കാരൻ ഇന്ന് പണിയെടുത്ത് കണ്ടു. ഞാൻ സംതൃപ്തനായി. പൊക്കി പറയാമെന്നൊന്നും വിചാരിക്കരുത്. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. വെള്ളം ഒഴിക്കാൻ ഈ പുള്ളിക്കാരൻ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. ഈ പുള്ളിക്കാരൻ ഹോട്ടലിൽ വെള്ളം ഒഴിച്ച് ശീലിച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ വെറുതെ ഒത്തിരിഞ്ഞതായിരുന്നു. കുറച്ചു നേരം ക്ലാസ്സിലായിരുന്നു. അപ്പം നേരെ പ്രൊജക്ടർ ഓൺ ആക്കി ഒരു സിനിമ കണ്ടു. ക്യാമ്പ് എന്തായാലും അടിപൊളിയായിരുന്നു. തീരുന്നതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന സിറ്റുവേഷനിലാണ് ഞങ്ങൾ. ഇന്ന് ക്യാമ്പിന്റെ അവസാന ദിവസമായതുകൊണ്ട് കുറച്ചു പേരൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. പ്രിൻസി എന്തായാലും ഇതെല്ലാം കേട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പെട്ടെന്ന് ഒരു പുള്ളിക്കാരിയുടെ ഇക്കാക്ക വന്നത്. ആള് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ടെന്റെ ക്യാമറ കണ്ടാൽ ഓടാറായിരുന്നു പതിവ്. ഇപ്പൊ ക്യാമറക്ക് മുഖം കാണിച്ചൊക്കെ തുടങ്ങി. രാത്രി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവനെ കാണുന്നത്. ഇനി നമുക്ക് വന്ന പണിയിലേക്ക് കിടക്കാം. എല്ലാവരും കാത്തിരിപ്പാണ് എപ്പോൾ ഭക്ഷണം എത്തുമെന്ന്. ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും കാത്തിരിപ്പിന് വിരാമമായി. ഭക്ഷണം എത്തി. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമായിരുന്നു. ഈ ഡയലോഗിനിയുടെ പ്രസക്തിയൊന്നുമില്ല, എന്നാലും കിടന്നോട്ടെ. എന്നാലും കഴിക്കുമ്പോൾ എല്ലിനെങ്കിലും വെറുതെ വിടാമായിരുന്നു. അതെങ്ങനെ, വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുകയല്ലേ കഴിക്കാൻ. ഇനി ലൈറ്റ്സ് ഓഫ്. കുറച്ചു നേരത്തേക്ക് പിന്നെ ക്യാമ്പ് ഫയർ ആയിരുന്നു. ഞങ്ങളെല്ലാവരും പാട്ട് കെട്ട് താഴെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ചന്ദ്രൻ മുകളിൽ നിന്ന് ഞങ്ങളെ നോക്കി നിൽക്കുന്നു. ഏതാ വൈബ്. ഏതായാലും തീയൊക്കെ കെട്ട് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ.